അമ്മ എന്താണ് പരിപാടി? അതെ, വലിയൊരു യുദ്ധം കഴിഞ്ഞു. വന്നു. ഇനിയിപ്പോ ഈഗിനോട്ടുള്ള യുദ്ധമാണ്. ചപ്പാത്തി ആക്കണം, കുറച്ച് പത്തലും ആക്കായി വെച്ചിട്ട് ചിക്കനും അതെല്ലാം കറിയാക്കാം. പാറോമീൻ്റെ നമുക്കൊന്ന് അടിപൊളിയാക്കാം. കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ലിജി. ലിജി തന്നെ കൊണ്ടത് നീ. ഞാൻ പിന്നെ കാരപ്പം കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ട് പോയിട്ട് വരുമ്പോ കേക്ക് മേടിച്ച് നല്ല നാടൻ കോയിനെ മേടിച്ചിട്ടുണ്ടാവും അമ്മ. കൊറേ കാലായില്ലേ നാടൻ കോയിനെ തിന്നാത്തെ. ആ, നല്ലോണം വിസിലടിക്ക. അമ്മമ്മക്ക് അതിനെക്കാളും നല്ല പല്ലുണ്ട് കണ്ടാ. അത് ചിരിക്കാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂലല്ലോ അമ്മ. അപ്പൊ വരുമ്പോ നല്ല മേടിച്ച് അമ്മമ്മേനെയും കൂട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മ രാത്രിക്ക് ബാക്കിയുള്ള പരിപാടിയെല്ലാം തുടങ്ങാല്ലേ. അമ്മ പിന്നെ കുപ്പിന്ന് വന്ന പൂതാന്ന് കേട്ടാ. ഞാൻ പറഞ്ഞിനി പത്തല് മാത്രം ആക്കിയാൽ മതി അമ്മേന്ന്. അമ്മ പറഞ്ഞു ന്യൂ ഇയർ അല്ലേ ഇജേ, പത്തലും ആക്ക ചപ്പാത്തി ആക്ക. ഓ കുഞ്ഞളെ പരിപാടി ഉണ്ടായിനി, അതിന് പോയിട്ട് പൊറോട്ടയും ചിക്കനെല്ലാം തിന്നിട്ട് വന്നിന്. കുറച്ചാക്ക, കുറച്ച് ചപ്പാത്തിയും കുറച്ച് പത്തലും ആക്കാം. നമ്മളെ സ്പെഷ്യൽ പത്തല് നമ്മിതര അങ്ങനെ നമുക്ക് വേണ്ടിട്ടായിട്ട് ആക്കിയിട്ടാ നമ്മിതര. ഇപ്പം നമ്മ ആക്കിയപാട് തിന്നല്ലേ, പിന്നെ കൊറേ സമയമാകുമ്പോ അത് വില പോകും. ഇപ്പൊ ആക്കിയാട്ട് തിന്നുമ്പോ നല്ല ഇതുണ്ടാവും. അതുകൊണ്ട് പച്ചവെള്ളത്ത് കുഴച്ചിട്ട്. അപ്പൊ റെസിപ്പീസ് ഒന്നും അങ്ങനെ പറയുന്നില്ല. നമ്മളെ റെസിപ്പിയെല്ലാം ഓൾറെഡി പത്തലിന്റെ എല്ലാം നമ്മ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ചിക്കൻ കറി നമുക്ക് നല്ല നാടൻ ചിക്കൻ കറി ആക്കുന്ന ജസ്റ്റ് ഒന്ന് എടുക്കാം. പിന്നെ ചപ്പാത്തി പിന്നെ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഒറിജിനൽ ഇത് മില്ലിന്ന് വാങ്ങിയതാണ് കേട്ടോ, പൊടി, ഗോതമ്പ് പൊടി. ഇത് ചിക്കൻ വറുത്തരക്കണം അമ്മ. കുറച്ച് തേങ്ങ വറുത്തരക്കാം. നല്ല വറുത്തരച്ച നാടൻ കോഴിക്കറി. അമ്മമ്മ മുമ്പെല്ലാം കോഴി എങ്ങനെ ആ തൊപ്പിട്ടെല്ലാം പറിച്ച് അതിന്റെ ഇത് രോമെല്ലാം പറിച്ച് ഓല കൊണ്ട് കരിച്ച് അങ്ങനെയല്ലല്ലോ ആക്കല്. എനിക്ക് ഇഷ്ടാണ് അതിന്റെ തോല് തിന്നാൻ വേണ്ടിട്ട്. അതിനുള്ള സമയം ഉണ്ടായിട്ടാ. അങ്ങനെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ എല്ലാം ഓർഡർ ഒന്നും ഉണ്ടായതുകൊണ്ട് അതിനുള്ള സമയം ഉണ്ടായിട്ട് അതുകൊണ്ട് തോല് പൊളിച്ചിട്ടാന്ന് വാങ്ങിനി കേട്ടാ. നമുക്ക് ഒരു ദിവസം മറ്റേ ഒരു ദിവസം ആക്കാവാണെങ്കിൽ. അപ്പോൾ നമുക്ക് വേഗം ചിക്കനെല്ലാം കഴുകി അടുപ്പത്തെല്ലാം വെക്കാൻ അതിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ വെള്ള കളർ ഉണ്ടാവും, നല്ല നാടൻ കോഴി നല്ല ചുവന്ന കളർ ഉണ്ടാവും അല്ലേ? അല്ല, പിന്നെ ഇത് നമ്മ വാങ്ങുന്ന അങ്ങനത്തെ കോഴിയില്ലേ, ഗിരിരാജൻ കോഴി, അതും നമ്മളെ നാടൻ കോഴിന്റെ അതേ കളർ തന്നെ ഉണ്ടാവര്. നാടൻ കോഴിന്റെ അതേപോലെ തന്നെ ഉണ്ടാവര്. അല്ല, ബ്രോയിലർ ചിക്കൻ ഇല്ലേ നമ്മ വെള്ളക്കോഴി അങ്ങനെ, അത് പിന്നെ വെള്ള കളറില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇത് നാടൻ കോഴിന്റെ അതേ കളർ തന്നെ ഉണ്ടാവര്. അതേ കണക്ക് വേവും ഉണ്ടാവും ഇതിന്. നാടൻ കോഴി പറഞ്ഞിട്ട് തന്നെ എല്ലാരും വാങ്ങുന്നു. പക്ഷെ നമ്മൾ ആ ഒറിജിനൽ മുമ്പേത്തെ ആ ഒരു നാടൻ കോഴി ഇപ്പൊ എവിടെയും കിട്ടാനില്ല കേട്ടാ. അപൂർവം വീട്ടില് മാത്രമേ ഉള്ളൂ. ചില സ്ഥലത്തെല്ലാം ഉണ്ട് ഇങ്ങനെ അമ്മൂമ്മക്കെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് വൃത്തി കഴുകിയെടുക്കാം. അപ്പൊ ചിക്കനെല്ലാം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കുക്കറിൽ നമുക്ക് വേഗം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇതിലേക്ക് ഇതാ ആവശ്യത്തിലുള്ള ഉപ്പ്, 1 ടീസ്പൂണിലധികം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾ നല്ലോണം പിടിക്കണം ഇറച്ചിയിൽ. അപ്പം 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വിസിലടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് കുറച്ച് വേവാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മതിയാവില്ല അമ്മ? കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് ലേഗൂസ് ചപ്പാത്തി പരത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ചപ്പാത്തി ആദ്യം ആക്കിക്കഴിഞ്ഞാൽ പിന്നെ പത്തല് കുഴച്ചാട് വേ ചൂടാൻ തുടങ്ങണല്ലേ. വെച്ച് കഴിഞ്ഞാല് അല്ല മാം, പത്തല് വെച്ച് കഴിഞ്ഞാൽ എന്താ ഹാർഡാവുക? കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ചൂടണം. അപ്പൊ ആദ്യം ചപ്പാത്തിന്റെ പരിപാടിയാണ് നോക്കുന്നത്.
അപ്പോൾ നമ്മളെ ചിക്കൻ 3 വിസിലടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് തണിഞ്ഞതിന് ശേഷം എയറെല്ലാം പോയതിന് ശേഷം നമുക്ക് തുറക്കാം അല്ലേ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയെല്ലാം ഒന്ന് വറുത്തെടുക്കാം. വറുത്തരച്ച ചിക്കൻ കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. തേങ്ങ വറുക്കാം അല്ലേ. അപ്പം അമ്മമ്മ തേങ്ങ വറുത്തിരുന്നുണ്ട് കേട്ടോ. അമ്മമ്മേൻ്റെ ചിക്കൻ കറി പറഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. പക്ഷെ അമ്മമ്മയെ കൊണ്ട് ആക്കിപ്പിക്കുന്നില്ല. തേങ്ങ വറുക്കാൻ വേണ്ടി അമ്മമ്മ കൊടുക്കാം. അതെ, അമ്മമ്മ വന്നിട്ട് അമ്മമ്മ ഞാൻ ചരിത്തരം മോളെ, ഞാൻ വറുത്തരം മോളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അമ്മക്ക് സങ്കടം അവണ്ട അയച്ചിട്ട് അതാ അമ്മ. അമ്മമ്മേന്റെ കൈ തൊട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാ തേങ്ങ വറുത്ത് നല്ല അടിപൊളി ചോട്ട് വന്നിട്ടുണ്ട്. ഇതിലൊന്നും ഇട്ടിട്ടാട്ടാ. ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. വെറും തേങ്ങ എണ്ണയിൽ വറുത്തിട്ടാണ്. അപ്പം 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മേൻ്റെ എല്ലാം കയ്യളവാന്നല്ലോ അമ്മ. കയ്യളവാണ്. പണ്ടുള്ളവർക്കെല്ലാം കൈയളവാണ്, കൈ കൊണ്ട് മുള്ളിയിടുക. അപ്പൊ ലേഗൂസ് ചടപടാ പരത്തല്ലായിട്ടാ. ഞാൻ വേഗം ചൂടിട്ട് കല്ല് ചൂട് വാങ്ങിക്കോ അമ്മ. ഓഫാക്കട്ടാ? ഓ അപ്പൊക്കെയാ. എന്നാ പിന്നെ ഒരു പ്രശ്നമില്ല. അയ്യോ കല്ല് നല്ലോണം ചൂടായിട്ടാ. അപ്പോൾ എണ്ണയാക്കണ്ട പറഞ്ഞോണ്ട് എന്നാ പിന്നെ എണ്ണയാക്കണ്ട. നെയ്യാക്കിന്നല്ലമ്മ? ആ പാതിപ്പണിയെല്ലാം കഴിഞ്ഞിട്ട് ലേഗൂസ് പത്തലിന്റെ പണിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇത് തിളച്ച വെള്ളത്തിലല്ല വെക്കുന്നത്, പച്ചവെള്ളത്തില്. അപ്പൊ ഇങ്ങനെ പത്തലാക്കാം. നമുക്ക് ഇപ്പം തന്നെ വേഗം കഴിക്കുന്ന പത്തലാണ്. അതിൽ കൂടെ എന്തോ കുട്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടാ. അതിങ്ങോട്ട് ക്യാമറ വെക്കുന്നത് ഇങ്ങോട്ട് ലിജിയുടെ മേത്തേക്ക് ഇതിപ്പൊ തന്നെ നമ്മൾ കഴിക്കുന്നോണ്ട് ഇത് നല്ല ആക്കിയാട് നിന്നാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് വെക്കുന്നുണ്ടെങ്കിൽ ഹാർഡാവും. അങ്ങനെ ഇപ്പം നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ വയ്ക്കണം. നമ്മ പുറമെ ആക്കി കൊടുക്കുമ്പോ തിളച്ച വെള്ളത്തിലാണ് വയ്ക്കല് കേട്ടാ. ഇനിയിപ്പൊ ഇത് നിമിഷ നേരം കൊണ്ട് തീരും ചിക്കൻ കറിയും കൂട്ടിട്ട്. അതുകൊണ്ട് നമ്മ പച്ചവെള്ളത്തിൽ വേഗം വയ്ക്കാതിരിച്ചാണ്. ഇത് ചപ്പാത്തി ആക്കിയാൽ ഇത് ബാക്കിയാക്കണ്ട. ഇത് നമുക്ക് വേഗം തീർക്കാം. അപ്പോൾ ചിക്കൻ 3 വിസിലടിച്ചിട്ട് ഓഫാക്കിയിട്ട് എയറെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്നു നോക്കാം. അതിക്കൂട്ടനാണ് നമ്മളെ ക്യാമറ. അതിക്കൂട്ടിന് എപ്പം കിട്ടിയില്ല. ബന്ധു തോന്നല്ല മേ, നല്ല ബന്ധം പോലെ തന്നെ ഉണ്ട് കേട്ടോ. മണം വരാൻ വേണ്ടി തരുമൊന്നും കിട്ടില്ല. മഞ്ഞോട് ഉപ്പ് എടുക്കും. അപ്പോൾ അതാ ഉരുളിയുടെ ചൂടായിട്ടുണ്ടേ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലേഗൂസാ വെളിച്ചെണ്ണ എടുത്തേ. അമ്മ പത്തലിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം കേട്ടാ. മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല. പച്ചമുളക് ചിക്കൻ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ എത്ര പേര് ഇല്ലേ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മ 2 കൊയ്യാൻ നിർത്തിട്ടില്ല. അത് തോരെല്ലാം പോകുമ്പോൾ തന്നെ അത്രയും ഉണ്ടാവും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അധികം ഉള്ളിയായാലും മതിർക്കുമ്പോൾ ഉണ്ടാവും. 3 ഉള്ളി അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അമ്മേൻ്റെ പത്തിരി അവിടെ നിന്ന് ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അമ്മേൻ്റെ ലേഗൂസ് സ്പെഷ്യൽ
പത്തിരി. ലേഖമ്മ സ്പെഷ്യൽ. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടാ. കറിവേപ്പില, ഉള്ളി തക്കാളിയെല്ലാം ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ടേ. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടാ. അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളകും ചിക്കൻ മസാലയും ഗരം മസാല എല്ലാം വരാനുണ്ട് അത്രേ. ഇനി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് വറുത്തിട്ട്, അതും കൂടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് എടുത്തിട്ടുണ്ട്, ഗരം മസാല എടുത്തിട്ടുണ്ട്, ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ചിക്കനും കൂടി ആയിക്കഴിഞ്ഞാൽ അതും കൂടി ആയാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അമ്മമാരും പറയും തിന്നേണ്ട പരിപാടിയില്ലു. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ്റെ വേവിച്ച വെള്ളമില്ലേ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഗ്രേവി പോലെ ആക്കി ഒന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഇത് മസാല. അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയും, വേവിച്ച വെള്ളം ചിക്കൻ സ്റ്റോക്ക്. അപ്പോൾ ഇതാ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് വേവിച്ച ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. ഇതാ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. സൈഡിൽ നിന്ന് പത്തല്, ഒരു സൈഡിൽ നിന്ന് ചിക്കൻ ജഗപൊകയുണ്ട്. എല്ലാം ജഗപൊകയാണ്. അതിനിടക്ക് അരിക്കൂട്ടം മുങ്ങിയിട്ടാ വീഡിയോ എടുത്തതിനിടക്ക് ഓനെ പിന്നെ വിശ്വസിക്കാൻ കഴിയില്ല. ലോകൂട്ടനാണെങ്കിൽ ചെറിയ ചീക്കും കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ട്രൈപോഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനിലിതാ നല്ലപോലെ ഒന്ന് തിളച്ച് സെറ്റായി വരുമ്പോൾ നമുക്ക് വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഓൾറെഡി വെന്തു, അതുകൊണ്ട് വേഗം പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളക്കുകയും വേണ്ട. അമ്മമ്മേ നല്ല വൃത്തി തിന്നാൻ പറ്റും. അമ്മ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടാ. നല്ലപോലെ വെന്തിന്. അപ്പോൾ നമ്മളെ ചിക്കൻ ഇതാ നല്ലപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കെല്ലാം കഴിക്കാനായതുകൊണ്ട് കുറച്ച് ഗ്രേവി ടൈപ്പിൽ നമുക്ക് ആക്കി എടുക്കാം. ഇതൊന്ന് നല്ലപോലെ തിളച്ച് സെറ്റായി വന്നാൽ നമ്മളെ നാടൻ കോഴി വറുത്തരച്ച കറി റെഡി. ഇതാ നമ്മളെ ചിക്കൻ കറി ഒന്ന് തിളച്ച് സെറ്റായി കഴിഞ്ഞാൽ റെഡിയായി കേട്ടോ. ഇതാ നല്ല നാടൻ കോഴിക്കറി അമ്മ. അമ്മ എല്ലാരും ഇരുട്ടത്താന്നല്ല, ആദ്യം കൂടെ ക്രിസ്മസിനെ മേടിച്ചാന്നേ ഈ ലൈറ്റ്. അപ്പോൾ ഇന്ന് അതിനെ കൊണ്ട് ഇന്നാന്നത് ഒന്ന് തൂക്കാൻ പറ്റിയിരുന്നു. അവൻ പുൽക്കൂടൊന്നും ആക്കാത്തോണ്ട് ഇനി ലൈറ്റ് ഇട്ടോ. ഏട്ടാ ലൈറ്റ് ഇട്ടാ. ആ
അപ്പോൾ ഇതാ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴാന്ന്. പിന്നെ അമ്മേൻ്റെ സ്പെഷ്യൽ ഉണ്ണിയപ്പുണ്ട് ഇന്ന് ഓർഡർ ഉണ്ടായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ നല്ല നാടൻ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്, ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്, പിന്നെ നമ്മളെ പത്തലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും കേക്ക് ആദ്യം മുറിക്കാം, അതിന് ശേഷം നമുക്ക് ഫുഡെല്ലാം കഴിക്കാം. അമ്മമ്മ വാ വാ പാറൂസേ, കേക്ക് മുറിക്കാറാ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ യൂട്യൂബ് കുടുംബത്തിലെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പോ നമുക്ക് കേക്ക് മുറിക്കാട്ടാ. ന്യൂ ഇയർ എല്ലാം മുഴുവയാ, ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അവിടെ മുറിച്ചോ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. പിടിക്കടാ. ഇത് പുറന്നാണ് മുറിയുന്നില്ല അതിക്ക്. ഞനക്ക് വേണ്ടിട്ടല്ല, ഞാൻ നേരത്തെ വീണായിട്ട് ചോദിച്ചാ. അനിയേട്ടാ അനിയേട്ടാ വാ. മോനെന്തൊരു മടി. അപ്പൊ നമ്മളെ ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന്, 2025. നാളെ 2026. യൂട്യൂബ് കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കൊരു പീസ് പ്ലേറ്റിന് വാങ്ങാം. അപ്പോ നമുക്ക് കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവരും ടേസ്റ്റ് നോക്കി ബാക്കി നമുക്ക് കഴിക്കാം. നമുക്ക് ഫുഡെല്ലാം ഒന്ന് കഴിക്കാം. അമ്മ ഏതാ ഇന്ന് അന്ത്യോളം കാരപ്പത്തിന്റെ പണിയും കാര്യങ്ങളെല്ലാം ആയിട്ട് തിരക്കാണ്ടായിനി. എന്നിട്ടും അമ്മ അതുപോലെ എല്ലാം ഉണ്ടാക്കാൻ കൂടിയിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പത്തൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ നാളായി വിചാരിക്കുന്നത് നാടൻ കോഴിക്കറി ഒന്ന് കഴിക്കണമെന്ന്. കുറെ നാളായി നമ്മൾ കഴിക്കാതെ. മുമ്പെല്ലാം വീട്ടിലുണ്ടാകുമ്പോൾ മുമ്പാക്കിയിട്ടുണ്ട്. എന്നാലും വീട്ടില് നമ്മളില്ല കോഴിനെ ഒന്ന് കഴിക്കുമ്പോ ഒരു ഇതാണ്. അപ്പം കടയിൽ പോയിട്ട് ഞാൻ വാങ്ങിക്കൊണ്ടെന്നെയാണ്. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. അമ്മമ്മ നമുക്ക് കഴിക്കാന്നല്ലേ. എല്ലാവർക്കും തരും അമ്മമ്മ. ഇപ്പൊ ഈ പീസ് എടുക്കാം, ചെറിയതൊരു എടുക്കെടുത്തോ, എടുക്കേ. അത് എടുക്കാൻ ഇങ്ങനെ വായിലിടാനേ ഇതാ പത കണക്കുന്ന സാധനം. മറ്റേ എല്ലാവർക്കും മുറിച്ചു തരാം. കൂട്ടര് വേണമെന്നേ ഇല്ല അല്ലേ. നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണല്ലോ. നല്ല ചിക്കൻ കറി. ഹലോ, ചിരിക്കല്ല കേക്കതാ തുടച്ച കളി. ഇരുന്നേടാ അടിയിരുന്നു. റോഡിന് മത്തലും ഉണ്ടേ. പൊറോട്ട തിന്നിട്ട് പരിപാടിക്ക് പോയിട്ട് ആയിരുന്നു പൊറോട്ട ചിക്കൻ കറിയിൽ തിന്നേലും. പത്തല ഉണ്ടാച്ചാൽ നമുക്ക് പത്തലും കൊടുക്ക്. കോഴിക്കോട്ടെ എങ്ങനെയുണ്ട് നമ്മളെ നാടൻ കോഴിക്കറി? ഏട്ടാ ഇഷ്ടായിന? അനിയേട്ടന് എരിയുന്നുണ്ടെങ്കിൽ ചിക്കി ചിക്കി തിന്നാൻ ഇവിടെ പഴവും, എരിയുന്നുണ്ടെങ്കിൽ തിന്നാൻ കാരപ്പും വെച്ചിട്ടുണ്ട് കേട്ടാ. ഇല്ല ഞാൻ പറഞ്ഞത് അമ്മമ്മക്കാണ് മെയിനായിട്ട് വേണ്ടല്ലേ. അമ്മമ്മ തിന്നതിന് മുമ്പേ എരിവലിക്കാൻ തുടങ്ങും.
ചിക്കൻ മന്തിന് നല്ല രസമുണ്ട് നീയല്ലേ വെച്ചിനി ഞാൻ വെച്ചോണ്ട് രസമുണ്ട് ഇതാ നീ ആ 7 അയലത്തെ വന്നിട്ട് ഒരിക്കൽ വീഡിയോ എടുക്കാൻ വന്നില്ല അമ്മ നാടവിടെ വെച്ചിട്ട് എസ്കേപ്പ് അതിന് ഏകൂസേ ചപ്പാത്തി ഉണ്ടേ ചിക്കനെല്ലാം നല്ലോണം വന്നിട്ടുണ്ട് 3 വിസിലടിച്ചിട്ടു നല്ല പോലെ വന്നിന് കറി രസം ഒരാളിടുന്ന ഇരുവരിക്കലായി ഞാൻ തേങ്ങ വറുത്ത് കൊടുത്തിട്ടോ അതന്നെ അമ്മമ്മ തേങ്ങ വറുത്ത് കൊടുത്തിട്ടാണ് ഞാൻ വെച്ചിട്ടൊന്നല്ല ആ കയ്യില് തേങ്ങയും വെളിച്ചെണ്ണയും ജീരകം ഇടിച്ചു അടിപൊളി തേങ്ങ വറുക്കുന്നതിന് നീ എന്നാക്കിനി അതെല്ലാരും കണ്ടിന് അപ്പൊ നമ്മ കഴിക്കട്ടെ അപ്പൊ ഇതാ ആദ്യം പത്തലും കൂടിയിട്ട് ടേസ്റ്റ് നോക്കട്ടെ പത്തലും കൂടി നല്ല ടേസ്റ്റ് ഇങ്ങനത്തെ കോഴി അധികം മേടിച്ചോണ്ട് പോകണ്ടല്ലോ എല്ലാവരും അവിടെ അന്ന് വരുന്നവരെല്ലാം ഇതന്നെ വാങ്ങുന്നു നാടൻ കൊയ്യുണ്ട് മറ്റേ കൊയ്യോ ഇറച്ചി കൊയ്യോ ചപ്പാത്തി അമ്മ കൊതിപ്പിക്കുന്നു ചിക്കനല്ല എന്ത് ഇതിന്ന് വിട്ടു വരുന്നുണ്ട് കടിച്ചു വെക്കേണ്ട ഒരു വഴിയില്ല ആ അത് കൊറേ സഹായിച്ചു തിന്നിട്ട് നാളെ ഞാൻ പോയി കൊണ്ടിരുന്നുണ്ട് അതിൽ കൂടെ ബുക്ക് ചെയ്യുന്നത് കേട്ടാ നാളെ പോകണ്ടല്ലോ അങ്ങനെ നമ്മ ഭക്ഷണമെല്ലാം കഴിച്ചു അമ്മമ്മ ഒക്കെ കഴിച്ചിട്ട് അപ്പുറത്തേക്ക് പോയിട്ടാ പിള്ളേരെല്ലാം ഓരോരോ ഭാഗത്ത് സൈഡായിട്ടുണ്ട് സമയം ഇപ്പം 11 മണി ആയിട്ടാ ഇനി 1 മണിക്കൂറും കൂടി കഴിഞ്ഞാല് ന്യൂ ഇയർ ആയി അപ്പൊ നമ്മ കേക്കെല്ലാം മുറിച്ച് നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി കഴിച്ച് ന്യൂ ഇയറിനെ വരവേൽറ്റിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട് കേക്കെല്ലാം മുറിച്ചു അപ്പൊ എല്ലാരും കൂടി ഒന്നിച്ച് സന്തോഷത്തോടെ അപ്പൊ ഈ 2025 യാത്ര പറഞ്ഞിരിക്കുകയാണ് ഇനി 2026 എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ അല്ല ഇതുവരെ നിങ്ങൾ സങ്കടം ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ല സന്തോഷം ഉണ്ടാവട്ടെ എല്ലാവർക്കും അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവർക്കും നല്ല അടിപൊളി വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ